ഇന്നത്തെ ക്ലാസ് ഈ വർഷം 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള സ്റ്റെപ്സ് പ്രോഗ്രാമാണ്. ഈ കുട്ടികൾ കഴിഞ്ഞ അധ്യയന വർഷം 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സ്റ്റെപ്സ് എക്സാം നടന്നിട്ടുണ്ടായിരുന്നില്ല. അതിനാൽ ഇപ്രാവശ്യം അവർക്കും എഴുതാൻ കഴിയുമെന്നാണ് അറിയുന്നത്. അങ്ങനെയാണെങ്കിൽ 7ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഇതുകൊണ്ടുള്ള നേട്ടം. കാരണം ഇവർക്ക് USSന് കൂടി പഠിക്കേണ്ട ടോപ്പിക്കുകൾ ഒന്ന് കവർ ചെയ്യാൻ ഈ ഭാഗം അല്ലെങ്കിൽ ഈ ഒരു എക്സാം നിങ്ങളെ സഹായിക്കും. USSുമായി ബന്ധപ്പെട്ട ഡെയിലി എക്സാം സീരീസ്, അതിനോടൊപ്പം USS നോട്ടുകൾ എന്നിവ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഈ QR കോഡ് സ്കാൻ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് അവൈലബിൾ ആണ്, ജോയിൻ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ചോദ്യങ്ങളിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, ഇത് 2025 മാറിയ സോഷ്യൽ സയൻസ് പുസ്തകത്തിലെ പാഠങ്ങളെ അടിസ്ഥാനമാക്കി USS പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ നാണയങ്ങളെ കുറിച്ചുള്ള പഠനം ഏത് പേരിൽ അറിയപ്പെടുന്നു? 4 ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്കത് എങ്ങനെയെങ്കിലും കണ്ടെത്താനുള്ള ഒരു എബിലിറ്റി ഉണ്ടായാൽ മതിയാകും. എപ്പിഗ്രാഫി, ആർക്കിയോളജി, ന്യൂമിസ്മാറ്റിക്സ്, ആസ്ട്രോണമി. അപ്പോൾ ആർക്കിയോളജി എന്ന് പറയുന്നത് പുരാവസ്തു ശാസ്ത്രമാണ്, ഭൗതിക അവശിഷ്ടങ്ങളെ കുറിച്ചുള്ള ഒരു പഠനം. അതേസമയം ന്യൂമിസ്മാറ്റിക്സ് എന്ന് പറയുന്നത് നാണയശാസ്ത്രമാണ്, നാണയങ്ങളെയും കറൻസികളെയും കുറിച്ചുള്ള പഠനം. എപ്പിഗ്രാഫി ആകുമ്പോൾ ശിലാലിഖിതങ്ങളെ കുറിച്ചുള്ള പഠനമാണ്. ആസ്ട്രോളജി ജ്യോതിഷവും. ഇറ്റ് ഈസ് നോട്ട് ബേസ്ഡ് ഓൺ സയൻസ്. സയൻസിന് അല്ലെങ്കിൽ ഒരു ശാസ്ത്രീയ അടിത്തറ ഇല്ലാത്തതാണ് ജ്യോതിഷം അസ്ട്രോളജി ആയിട്ട് നമ്മുടെ പുസ്തകത്തിൽ പറയുന്നത്. പാലിയന്റോളജി, ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് ഫോസിൽസ്. ഫോസിലുകളെ കുറിച്ചുള്ള പഠനമാണ് പാലിയന്റോളജി. അടുത്ത രണ്ടാമത്തെ ചോദ്യം, ഇതിന്റെ ചോദ്യം നമ്പർ സീരീസ് തുടങ്ങിയത് 36 തൊട്ടായിരുന്നു. 36, 37 ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തായിരുന്നു പോകുന്നത്. താഴെ പറയുന്നവയിൽ നിന്നും ഗ്രാമസഭയെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവന. ഈ രീതിയിൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും സ്റ്റെപ്സിനും ചോദിക്കുക. ഇനി അത് കഴിഞ്ഞ വർഷത്തെ 6ാം ക്ലാസ്സിലെ പുസ്തകത്തിനെ ബേസ് ചെയ്താണോ ഇപ്രാവശ്യത്തെ 7ാം ക്ലാസ്സിലെ പുസ്തകത്തിനെ ബേസ് ചെയ്താണോ എന്നുള്ള കാര്യം അറിയില്ല. എന്നിരുന്നാലും നമ്മുടെ പുസ്തകം നമ്മൾ നല്ല രീതിയിൽ പഠിച്ചുകൊണ്ട് പോവുക. കഴിഞ്ഞ വർഷത്തെ 6ാം ക്ലാസ്സിന്റെ പുസ്തകം ചേഞ്ച് ആയിട്ടുണ്ട്, അതുകൊണ്ട് അതായിരിക്കില്ല ചോദിക്കുന്നത് എന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ചോദ്യങ്ങളിൽ ഗ്രാമസഭ വികസന പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം കൽപ്പിക്കുന്നില്ല. നിങ്ങൾ ഈ ചോദ്യം വായിക്കുമ്പോൾ തന്നെ ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആ സൈഡിൽ ചെറുതായിട്ടൊന്ന് ശരി കൊടുക്കുക, ക്വസ്റ്റ്യനിൽ തന്നെ. തെറ്റാണെന്ന് തോന്നിയാൽ തെറ്റ് കൊടുക്കുക. ഗ്രാമസഭ വികസന പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം കൽപ്പിക്കുന്നില്ല. ആക്ച്വലി പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട്. വികസന പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നത് ഗ്രാമസഭകളാണ്. അപ്പോൾ അത് തെറ്റാണ്, പ്രാധാന്യം കൽപ്പിക്കുന്നില്ല എന്ന് പറയുന്നത്. ഗ്രാമസഭയുടെ അധ്യക്ഷൻ വാർഡ് മെമ്പറാണ്. ഗ്രാമസഭ പൗരസമത്വം ഉറപ്പാക്കുന്നു. ഗ്രാമസഭ വർഷത്തിൽ ഒരിക്കൽ വിളിച്ചു ചേർക്കുന്നു. അപ്പൊ ഈ കൊടുത്തിരിക്കുന്ന ടോപ്പിക്കുകളിൽ ആദ്യത്തേത് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഇത് കൺസെപ്റ്റ് നമുക്ക് അറിയണം. ഗ്രാമസഭ പൗരസമത്വം ഉറപ്പാക്കുന്നു, ഇത് ശരിയാണ്, പൗരസമത്വം ഉറപ്പാക്കുന്നു. ഗ്രാമസഭ വർഷത്തിൽ ഒരിക്കലാണോ വിളിച്ചു ചേർക്കുന്നത്? അപ്പൊ ഇത് ഈ B ഓപ്ഷനും D ഓപ്ഷനും നമ്മൾ പഠിച്ചിരിക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് അത് ഉത്തരം എഴുതാൻ സാധിക്കും. ഇതിന്റെ ആൻസർ C ആണ്. ഗ്രാമസഭ പൗരസമത്വം ഉറപ്പാക്കുന്നു. ഗ്രാമസഭയുടെ അധ്യക്ഷൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആണ്. ഇതാണ് നമുക്കൊരു ഓപ്ഷൻ ആയിട്ട് നൽകിയിട്ടുള്ളത്. ഗ്രാമസഭയുടെ അധ്യക്ഷൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആണ്. അതേസമയം ഗ്രാമസഭയുടെ കൺവീനർ ആണ് വാർഡ് മെമ്പർ. തിരിഞ്ഞു പോവല്ലേ? ഗ്രാമസഭയുടെ അധ്യക്ഷൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും ഗ്രാമസഭയുടെ കൺവീനർ വാർഡ് മെമ്പറുമാണ്. അതേസമയം ഗ്രാമസഭയ്ക്ക് സമാനമായി നഗരങ്ങളിലുള്ള സംവിധാനത്തിന് വാർഡ് സഭ എന്നാണ് അറിയപ്പെടുന്നത്. ഇനി എന്താണ് ഗ്രാമസഭ എന്നുള്ള ഒരു അടിസ്ഥാന ആശയം ഉറപ്പിച്ചു വെച്ചേക്കുക. ഒരു ഗ്രാമപഞ്ചായത്തിലെ, ഇപ്പൊ നിങ്ങളുടെ ഗ്രാമപഞ്ചായത്ത് ഏതാന്ന് വീട്ടിൽ ചോദിക്കുക, ഈ ഗ്രാമപഞ്ചായത്തിലെ ഓരോ വാർഡിലെയും വോട്ടർ പട്ടികയിൽ പേരുള്ള എല്ലാവരും ഉൾക്കൊള്ളുന്ന സഭയാണ് ഗ്രാമസഭ. നഗരങ്ങളിൽ ഇത് വാർഡ് സഭ എന്ന പേരിൽ അറിയപ്പെടുന്നു. വോട്ടർ പട്ടികയിൽ പേരുള്ള എല്ലാവരും ഇതിൽ അംഗങ്ങളാണ്. എത്ര മാസത്തിലൊരിക്കലാണ് ഗ്രാമസഭ വിളിച്ചു ചേർക്കുന്നത്? നമ്മുടെ ഒരു ഓപ്ഷൻ ആയിരുന്നു. ഇത് 1 വർഷം എന്നാണ് കൊടുത്തത്. 1 വർഷത്തിലല്ല, കുറഞ്ഞത് 3 മാസത്തിലൊരിക്കലെങ്കിലും ഗ്രാമസഭ കൂടിയിരിക്കണം. അപ്പോൾ ഈ ചോദ്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു, ചോദ്യങ്ങൾക്ക് നൽകിയിട്ടുള്ള നോട്ടുകൾ ശ്രദ്ധിച്ചു. ഈ ചോദ്യങ്ങളെ അടിസ്ഥാനമാക്കി പാഠഭാഗങ്ങളെ ബന്ധപ്പെടുത്തി നോട്ടുകൾ നൽകും. ഈ രീതിയിലുള്ള നോട്ടുകളായിരിക്കും നിങ്ങൾക്ക് ലഭ്യമാകുന്നത്. അതല്ല ഡെയിലി എക്സാം സീരീസിലാണ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമെങ്കിൽ ദിവസം 15 ചോദ്യങ്ങൾ ബേസ് ചെയ്തുകൊണ്ടുള്ള
ഒരു പ്രാക്ടീസ് സെറ്റ് ആയിരിക്കും നിങ്ങൾക്ക് നൽകുന്നത് ഫെബ്രുവരി 26 വരെ. അതായത് എക്സാം എന്നാണോ അന്ന് വരെയുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് എക്സാം പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു, QR കോഡ് നിങ്ങൾക്ക് സ്കാൻ ചെയ്യാം. അതല്ല എങ്കിൽ ചാനൽ ലിങ്ക് തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്, ജോയിൻ ചെയ്യുക.